الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഈ വിശുദ്ധ റമദാനിലെ 27ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. വളരെ കടുത്ത ചൂടിലും തികച്ചും വിപരീതമായ കാലാവസ്ഥയിലും ഇവിടം വരെ നോമ്പെത്തിക്കുവാനും ഈ വിശുദ്ധ റമദാനിൽ ജീവിച്ചിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും അങ്ങനെ നല്ല കാര്യങ്ങൾ ആവേശത്തോടെ ചെയ്യാനും ദാനധർമ്മങ്ങളിൽ മുഴുകാനും തറാവീഹ് നമസ്കാരത്തിനും മറ്റും ആത്മാർത്ഥമായി താല്പര്യപൂർവ്വം പങ്കെടുക്കാനും ഒക്കെ സാധിച്ചത് അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യമാണ്. അൽഹംദുലില്ലാഹ്. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ വർഷം നമുക്കൊപ്പം ഉണ്ടായിരുന്നവർ, നമ്മുടെ കൂട്ടുകാർ, ബന്ധുക്കൾ, നമ്മുടെ കാരണവന്മാരിൽ പലരും ഇന്നീ റമദാനിൽ നമുക്കൊപ്പമില്ല. അവർ നമസ്കാരത്തിന് പള്ളിയിൽ വരാൻ പറ്റുന്ന നിലയിലോ ഒന്നുമല്ല. ചിലർ മരിച്ചുപോയി. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇനിയും ചിലർ അവരുടെ ആരോഗ്യസ്ഥിതി വഷളായി അവർക്ക് നോമ്പ് പിടിക്കാനോ നിവർന്നു നിൽക്കാനോ പറ്റാത്ത സാഹചര്യങ്ങളിൽ വിഷമിച്ച് കഴിയുകയാണ്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ റമദാൻ നമുക്ക് വേണ്ടി വെച്ച് നീട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഒരു നിമിഷ നേരത്തെ ആലോചനയ്ക്ക് ഈ റമദാൻ കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ്? നമ്മൾ ഈ ഭൗതികമായ ജീവിതത്തിൽ എല്ലാ തരം തിന്മകൾക്കും നടുവിൽ, എല്ലാ വിധത്തിലുള്ള അധാർമികതകൾക്കും നടുവിൽ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രശ്ന സങ്കീർണമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. പ്രയാസപൂർണമാണത്. ഈമാനുള്ളവർക്ക് പ്രയാസം ഉണ്ടാവില്ല എന്ന് കരുതാനാവില്ല. ഈമാനുള്ളവർക്കും, അറിവുള്ളവർക്ക് വലിയ വിഷമം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ കഴിയില്ല. അറിവുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്ന പ്രയാസപൂർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് സാധാരണ ജീവിതം നാം ഇക്കാലം വരെ നയിച്ചു വന്നിരുന്നത്. ഇന്ന് ഈ വിശുദ്ധ റമദാനിന്റെ വരവോടെ ഈ കാലത്ത് ജീവിച്ചിരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകിയതിലൂടെ നമുക്ക് ലഭിച്ചത് അള്ളാഹുവോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാനുള്ള മഹാഭാഗ്യമാണ്. ഓർമ്മയോടുകൂടി ജീവിക്കുവാൻ അത് വേണമല്ലോ.
ഓർമ്മയോടുകൂടി ജീവിക്കുവാൻ, അള്ളാഹുവിനോട് നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ, അള്ളാഹുവിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ ഹൃദയം തുറന്ന് കേൾക്കുവാൻ, പേജുകൾ തുറന്ന് അർത്ഥബോധത്തോടെ വായിച്ച് മുന്നോട്ട് പോകുവാൻ, ഇതെല്ലാം റമളാനിൽ നമുക്ക് ലഭിച്ച മഹാസൗഭാഗ്യങ്ങളായി വേണം വിശ്വാസികൾ കരുതുവാൻ. അതിലപ്പുറം ഇപ്പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് കേട്ടോ. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും മുകളിൽ അതിലുപരി ഒരു മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് വെച്ച് നീട്ടിയിട്ടുണ്ട്. വിശ്വാസികളെ, എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ കാര്യം ഓർക്കുമ്പോൾ മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. ഇവയൊക്കെയും അനുഗ്രഹങ്ങളാണ്. അത് ഏറെ വലിയ അനുഗ്രഹമാണ്. ഞാനൊരു സന്ദർഭം പറയാം. ഒരിക്കൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സഹാബികളോടൊപ്പം ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വളരെ പ്രായം ചെന്ന് അവശനായി ഇനി അധികം ഉണ്ടാവില്ല ജീവിച്ചിരിക്കുവാൻ എന്നുവരെ തോന്നുമാറുള്ള പരവശതയിൽ, പ്രാരാബ്ധത്തിൽ, അസുഖവിഷമങ്ങളിൽ പ്രവാചകന്റെ മുമ്പിൽ വന്നു. അദ്ദേഹത്തിന്റെ കൺപുരികം അതിങ്ങനെ താഴ്ന്ന് ഒടിഞ്ഞു തൂങ്ങി കണ്ണിന് മറയായി കിടന്നിരുന്നു. അത്ര പ്രായം അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. പടുവൃദ്ധനാണ്. അദ്ദേഹത്തിന്റെ പേര് അബു ത്വബീൽ ബത്ഷുൽ മംദൂദ് എന്നാണ്. അപ്പൊ അദ്ദേഹം ശത്ബുൽ മംദൂദ്, അബു ത്വബീൽ ശത്ബുൽ മംദൂദ്, അദ്ദേഹം നബി തിരുമേനിയെ സമീപിച്ചു. അദ്ദേഹത്തിന്റെ സ്വകാര്യമായ സങ്കടങ്ങൾ പറഞ്ഞു. എനിക്ക് ഏറെ വയസ്സായിരിക്കുന്നു, ഞാനിന്ന് അവശനാണ്, വല്ലാതെ ക്ഷീണമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ചെയ്യാൻ ഒന്നും ബാക്കിയില്ല, ഒരു പാപവും ചെയ്യാൻ ബാക്കിയില്ല. എന്തെന്ത് പാപങ്ങൾ എൻ്റെ കൺമുമ്പിലൂടെ വന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാ താല്പര്യങ്ങളും, എല്ലാ ആസക്തികളും, എല്ലാ ദുർമോഹങ്ങളും നിറവേറ്റിയവനാണ് അങ്ങയുടെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്ന ഞാൻ. അതിന് അദ്ദേഹം പ്രയോഗിച്ച വാക്കുകൾ തന്നെ എൻ്റെ ഒരു ഹാജത്തും ഒരു ദാജത്തും. സാധാരണ അറബിയിൽ അങ്ങനെയുള്ള പ്രയോഗം പതിവുള്ളതല്ല. എൻ്റെ ഒരു ഹാജത്തും ഒരു ദാജത്തും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. ഇനി ഞാൻ ചെയ്യാത്ത ഒരു തെറ്റുമില്ല നബിയെ. തെറ്റുകൾ എന്നെ ചൂട് മൂടിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തൗബയുണ്ടോ? ചോദ്യം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ടാണ്. ഈ ചോദ്യം ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിൽ പലരും അക്കാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകന്മാരോടും മഹാന്മാരോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതായിരുന്നു ഒരു സന്ദർഭം എന്ന് മാത്രം. എനിക്ക് തൗബയുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു തിരിച്ചുപോക്കുണ്ടോ എന്നാണ്. തൗബ എന്ന വാക്കിന്റെ നേർക്കുനേർ അർത്ഥം റുജൂ, ഔദത്ത്, തിരിച്ചുപോക്ക് എന്നാണ്. തൗബയുടെ അർത്ഥം അതാ. ഭാഷയിൽ അതേ അതിനർത്ഥമുള്ളൂ, തിരിച്ചുപോക്ക്. തിരിച്ചു പോകാൻ പറ്റുമോ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി ഫഹൽ അസ്ലംത, അപ്പൊ നീ മുസ്ലിം ആയിട്ടുണ്ടോ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ മുസ്ലിം ആവുകയാണ്. അദ്ദേഹം കെലിമ അവിടെ വെച്ച് ചൊല്ലാം. കെലിമ അപ്പൊ ചൊല്ലാണ് എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് അദ്ദേഹം ചൊല്ലിയിരുന്നതായി പറയുന്നില്ല. അവിടെ വെച്ച് കെലിമ ചൊല്ലുന്നു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൊടുത്ത മറുപടി, തീർച്ചയായും അല്ലാഹു നിന്റെ എല്ലാ പാപങ്ങളും പുറത്തു തന്നിരിക്കുന്നു
എല്ലാം പുറത്തിരിക്കുന്നു. അപ്പോ അദ്ദേഹത്തിന് വീണ്ടും പ്രകാശം നിറഞ്ഞ മുഖത്ത് പ്രതീക്ഷയോടെയുള്ള അടുത്ത ചോദ്യം, അപ്പൊ ഞാൻ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളും, എല്ലാ തോന്നിയാസങ്ങളും അള്ളാഹ് പുറത്തു വന്നാണോ അങ്ങ് പറയുന്നത്? പ്രവാചകന്റെ മറുപടി, അതെ, നിന്റെ എല്ലാ തിന്മകളും അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. എല്ലാം പുറത്തു തന്നിരിക്കുന്നു. പിന്നെ അദ്ദേഹം ആ സദസ്സ് വിട്ടുപോകുന്ന ഒരു രംഗം ബന്ധപ്പെട്ട ഹദീസിൽ ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹദീസിൽ അദ്ദേഹം അവിടുന്ന് മടങ്ങുന്നത് മുകബ്ബിറൻ മുഹല്ലിലൻ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹത്താ തവാറ. ആ വന്ന മനുഷ്യൻ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് മറയുമോളം ഉറക്കെ ആർക്കും കേൾക്കുമാർ ഉച്ചത്തിൽ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് അദ്ദേഹം മറഞ്ഞു എന്നാണ്. ഇതെന്റെ ജീവിതമാണ് കേട്ടോ. ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതമാണ്. ആരെങ്കിലും ഉണ്ടോ ഈ ഇരിക്കുന്നവരിൽ, പറയുന്ന ഞാനടക്കം നമ്മളിൽ ഒരു തെറ്റും ചെയ്യാത്തതായിട്ട്, നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത തെറ്റുകൾ, ആരോടും പങ്കുവെക്കാൻ താല്പര്യമില്ലാത്ത തെറ്റുകൾ, പലപ്പോഴും നാം മറന്നുപോയ തെറ്റുകൾ, മഹാപാപങ്ങൾ പോലും നാം മറന്നുപോയിട്ടുണ്ടാകും. കബായിറുകൾ, വൻ പാപങ്ങൾ എന്ന് പറയുന്നത് പോലും മറന്നുപോയിട്ടുണ്ടാകും. അതിലെല്ലാം പെടും കേട്ടോ. ഇനി എന്തെങ്കിലും അതിൽ പെടാതെ ബാക്കിയാകും എന്ന് വിചാരിക്കാനില്ല. എല്ലാം പെടും. ശിർക്ക് പെടുമോ? ശിർക്കും പെടും. ശിർക്കും പെടും. ശിർക്ക് പെടാതിരുന്നാ പറ്റുമോ? ശിർക്കിന് തൗബയില്ലാതിരുന്നാ പറ്റുമോ? ശിർക്ക് പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ശിർക്ക് ചെയ്യുന്ന ആളുകളെ നാം തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത്. ശിർക്കും പൊറുക്കും അല്ലാഹു. പക്ഷേ തൗബ ഉണ്ടാകണം എന്ന് മാത്രം. തൗബയില്ലാതെ പൊറുക്കപ്പെടുന്നത്, അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ പുറത്ത് പൊറുക്കപ്പെടുന്നത് ശിർക്കല്ലാത്ത പാപങ്ങളാണ്. ശിർക്ക് തൗബ ഉണ്ടെങ്കിൽ മാത്രമേ പൊറുക്കപ്പെടുകയുള്ളൂ. എല്ലാ പാപങ്ങളും പൊറുക്കും. നിങ്ങൾ സൂറത്തുൽ ഫുർഖാൻ ഓർമ്മയിലേക്കൊന്ന് കൊണ്ടുപോവാ. സൂറത്തുൽ ഫുർഖാനിൽ വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന النفس التي حرم الله الا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا. എന്താ അങ്ങനെ തുടങ്ങിയത്? വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിന് പുറമെ നമ്മൾ ആരോട് എപ്പോ എങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർ നമ്മുടെ ഇലാഹാണ്. മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മരിച്ചുപോയവർ നമ്മുടെ ഇലാഹാണ്. ജീവിച്ചിരിക്കുന്നവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിച്ചിരിക്കുന്നവർ നമ്മുടെ ഇലാഹാണ്. ആരോട് ദുആ ചെയ്യുന്നുവോ ആ നിമിഷം അവർ പ്രാർത്ഥിക്കുന്നവന്റെ ഇലാഹായി മാറും. അങ്ങനെ ഒരു ഇലാഹിനെയും അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവരായിരിക്കും വിശ്വാസികൾ എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ ആയത്ത് വലാ യഖ്തുലൂന النفس التي حرم الله الا بالحق. പവിത്രമാണ് എന്ന് പഠിപ്പിച്ച് ഹനിക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ച് അല്ലാഹു നൽകിയ ജീവൻ ആരുടേതുമാകട്ടെ, അന്യായമായി ഒരാളുടെ ജീവൻ അപഹരിക്കാൻ അവകാശമില്ലാത്ത ഒരാൾ അത് അപഹരിക്കുന്നു എങ്കിൽ അത് മഹാപാപമാണ്. നമുക്കതിന് അവകാശമില്ല. ഡോക്ടർക്ക് അതിന് അവകാശമില്ല. ഒരു കുഞ്ഞിന്റെ ജീവൻ കളയാൻ ഡോക്ടർക്ക് അവകാശമില്ല. ഒരു മാതാവിന് അവകാശമില്ല തന്റെ ഗർഭസ്ഥ ശിശുവിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള അനുവാദം കൊടുക്കുവാൻ. അപ്പൊ കൊലപാതകം വലിയ പാപമാണല്ലോ. വഖത്ലുൻ നഫ്സിൽ ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. 7 മഹാപാപങ്ങളിൽ ഒന്ന് അതാണ്. അത് ചെയ്യാത്തവരായിരിക്കും വിശ്വാസികൾ എന്ന് പറഞ്ഞു. വിശ്വാസികൾ ഒരിക്കലും കൊല നടത്തുകയില്ല എന്ന്. പിന്നെയോ വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്തവരായിരിക്കുമെന്ന്. അത് കണ്ണ് നടത്തുന്ന വ്യഭിചാരമല്ല കേട്ടോ. സിനൽ ഐൻ, കണ്ണിന്റെ വ്യഭിചാരം, കാതിന്റെ വ്യഭിചാരം അതല്ല. അത് ഏത് മനുഷ്യരും
നടത്തിപ്പോകാവുന്ന സാധാരണ ഒരു പ്രയോഗമാണ് കണ്ണ് വ്യഭിചരിച്ചു, കാത് വ്യഭിചരിച്ചു. അങ്ങനെയല്ല. ഏതൊരു സംഗതിയെയാണോ വ്യഭിചാരം എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, ആ സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള വ്യഭിചാരം അതൊരിക്കലും ചെയ്യാത്തവരായിരിക്കും വിശ്വാസികൾ എന്ന് സൂറത്തുൽ ഫുർഖാൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞു. ചെയ്താലോ? അങ്ങനെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചൊരാൾ പ്രാർത്ഥിച്ചാൽ വിശ്വാസി എന്തായാലും അങ്ങനെ പ്രാർത്ഥിക്കില്ലല്ലോ. വിശ്വാസി കൊല നടത്തില്ലല്ലോ. വിശ്വാസി വ്യഭിചാരം ചെയ്യില്ലല്ലോ, ചെയ്യില്ല. അതുകൊണ്ടാണ് ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. വ്യഭിചരിക്കുന്ന ഒരാൾ വ്യഭിചരിക്കുന്ന നേരത്ത് ആ വിശ്വാസത്തിന്റെ തേജസ്സും ചൈതന്യവും നിലനിർത്തിക്കൊണ്ട് അവന് വ്യഭിചരിക്കാൻ സാധ്യമല്ല. മോഷ്ടിക്കുന്നവന് ഈമാൻ ഉണ്ടായിരിക്കെ മോഷണം നടത്തുക സാധ്യമല്ല. മദ്യപിക്കുന്ന നേരത്ത് വഹുവ മുഅ്മിൻ, ആ ഈമാന്റെ സ്വാധീനമോ ഹൃദയത്തിൽ സമ്പൂർണമായ സാന്നിധ്യമോ ഉണ്ടായിക്കൊണ്ട് അവന് വ്യഭിചരിക്കാൻ സാധ്യമല്ല. ഈമാനിന് ഊനം തട്ടുകയും ഈമാൻ അവനിൽ നഷ്ടപ്പെടുകയോ കുറയുകയോ ചെയ്യുമ്പോഴാണ് ഈ തെറ്റുകളൊക്കെയും സാധാരണ മുസ്ലിങ്ങൾ ചെയ്തു പോകുന്നത്. ശരി, ആരുടെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ പ്രവർത്തികൾ, ശിർക്കും കൊലയും വ്യഭിചാരവും ഒക്കെ വന്നുവോ തീർച്ചയായും അവൻ അതിന്റെ ശിക്ഷ അഭിമുഖീകരിക്കേണ്ടി വരും. എല്ലാ മനുഷ്യരെയും പുനർജനിപ്പിക്കുന്ന നാൾ, അതല്ലേ നിങ്ങളെ പേടി? എന്റെ പേടി അതല്ലേ? ഈ ദുനിയാവിൽ ആരുടെയെങ്കിലും 40, 50, 60, 70 കൊല്ലമൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ ആ കാലത്തിനിടക്ക് ആരെങ്കിലും നമ്മുടെ എല്ലാ രഹസ്യങ്ങളും തോണ്ടി പുറത്തിട്ട് നാണം കെടുത്തി സമൂഹമധ്യേ അപമാനിക്കും എന്ന ഭയത്തിനപ്പുറത്ത് പരലോകത്ത് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടും എന്നല്ലേ വിശ്വാസികൾ പേടിക്കേണ്ടത്? ആ പേടിയെ സംബന്ധിച്ചാണ് അന്ന് ഇരട്ടി ശിക്ഷ അവന് കൊടുക്കും. എന്നിട്ട് പറയാണ് അപമാനത്തോടുകൂടി നാണം കെട്ട് ആ ശിക്ഷയിൽ അവന് കഴിച്ചു കൂട്ടേണ്ടി വരും ശാശ്വതമായിട്ട്. വയഹ്ലുദ്, ഖാലിദായിട്ട് ജീവിക്കേണ്ടി വരും. ശാശ്വതമായി അവന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും, നരകം അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് ഖുർആൻ പറഞ്ഞെന്താ? ഇല്ലാമൻ താബ. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇല്ലാമൻ താബ, തൗബ ചെയ്തവരൊഴികെ, വആമന, ഈമാൻ ശരിക്കും ഉൾക്കൊള്ളുകയും, വഅമില അമലൻ സ്വാലിഹൻ, സ്വാലിഹായ അമൽ പിന്നീടുള്ള ജീവിതത്തിൽ ശേഷിക്കുന്ന ആയുസ്സിൽ ഇനിയുള്ള ഓർമ്മയുള്ള കാലത്ത് പിന്നീട് അവൻ ഈമാനുള്ള ജീവിതം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടുന്നുവെങ്കിൽ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവന്റെ തിന്മകളെ അള്ളാഹു നല്ല കാര്യമാക്കി മാറ്റും. ആലോചിച്ചു നോക്കണം. അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യത്തെ എങ്ങനെയാണ് നമുക്ക് പറയുന്നത്? നമ്മൾ ചെയ്ത തിന്മകളെപ്പോലും, നമ്മൾ ചെയ്ത പാപങ്ങളെപ്പോലും അള്ളാഹു യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അതിന് ബദൽ അള്ളാഹു ഹസനാത്തുകൾ കൊണ്ടുവരും. 2 നിലക്കാകാമത്. ഒന്ന്, അവന്റെ തിന്മകളെ അള്ളാഹു നന്മയായി പരിഗണിക്കും എന്ന് വരാം. അല്ലെങ്കിൽ ഇനി ശേഷിക്കുന്ന ജീവിതത്തിൽ കഴിഞ്ഞകാല തിന്മകൾക്ക് പകരം കുറെ നന്മ ചെയ്യുന്ന മനസ്സും ഈമാനും ജീവിതവും ആയുസ്സും അവസരങ്ങളും സന്ദർഭങ്ങളും അള്ളാഹു അവന് കൊടുക്കും എന്നും വരാം. അള്ളാഹു ആലം. നമ്മൾ ആഗ്രഹിക്കുന്ന അതാണ്. ഞാനും നിങ്ങളും വിചാരിക്കേണ്ട അതാണ് കേട്ടോ. നമുക്ക് ഈ റമളാൻ വെച്ച് നീട്ടുന്ന ഏറ്റവും വലിയ സമ്മാനവും സന്തോഷവും അതാ. എന്ത്? ഈ തൗബയുടെ വാതിൽ, തൗബ നമുക്ക് വേണ്ടി അള്ളാഹു തുറന്നു വെച്ചിരിക്കുക. തൗബയുടെ സന്ദർഭം തുറന്നു വെച്ചിരിക്കുന്നു. അല്ലാതെ റമളാൻ വിഭവങ്ങൾ എണ്ണുമ്പോ നാട്ടിലെ നിരത്തുവക്കുകളിൽ, റോഡ് വക്കുകളിൽ നിരത്തി വെക്കുന്ന പലഹാരങ്ങൾക്ക് പറയേണ്ട പേരല്ല റമളാൻ വിഭവം. യഥാർത്ഥ റമളാൻ വിഭവം അത് ആത്മീയമായ വിഭവമാണ്. അത് തൗബയാണ്, ഇസ്തിഗ്ഫാറാണ്. എങ്ങനെ തൗബ, എങ്ങനെ തിരിച്ചു പോകുക അള്ളാഹുവിലേക്ക്? അത് പറയുന്നുണ്ട് ഖുർആൻ സൂറത്ത് സുമർ 53-ാമത്തെ ആയത്ത് മുതൽ. ഞാൻ ഓതി വെച്ചത് 53-ാമത്തെ ആയത്ത് മാത്രമാണ്. അതിന്റെ അർത്ഥം പറയട്ടെ.
ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തം ആത്മാക്കളോട് ദ്രോഹം ചെയ്യലല്ല, ആ ദ്രോഹത്തിന്റെ എല്ലാ പരിധിയും വിട്ട് എല്ലാ അതിരുകളും ലംഘിച്ച് അന്യായം കണക്കില്ലാതെ ചെയ്തു പോയ എന്റെ അടിമകളെ, ലാ തഖനതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാവരുതേ എന്ന്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു തീർച്ചയായും പൊറുക്കും എല്ലാ പാപങ്ങളും. അള്ളാഹു തീർച്ചയായും പൊറുക്കും എല്ലാ പാപങ്ങളും. അള്ളാഹു പൊറുക്കില്ല എന്ന ആശങ്കയോടെ കഴിയരുത്, അള്ളാഹു പൊറുക്കും എന്ന പ്രതീക്ഷയോടെ ജീവിക്കണം, പ്രതീക്ഷയോടെ കൈ ഉയർത്തണം, പ്രതീക്ഷയോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. അള്ളാഹു പൊറുക്കും. എന്ത് പൊറുക്കും? ശിർക്ക് പൊറുക്കും. പ്രിയപ്പെട്ടവര്, ഞാൻ ഈ മിമ്പറിന്റെ മഹത്വം ഓർത്തുകൊണ്ട് പറയാ, ശിർക്ക് അള്ളാഹു പൊറുക്കും. അതുകൊണ്ടാ ഈ നാട്ടിലെ വേലായുധനെ, ദാമോദരനെ, ദിവാകരനെ, ഭാസ്കരനെ ഒക്കെ നമ്മൾ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത് എന്തുകൊണ്ടാ? ആ ശിർക്ക് തിരുത്തി അവർ തൗഹീദിലേക്ക് വരുമ്പോ ആ തൗഹീദിലൂടെ അവൻ ചെയ്തു പോയ ശിർക്കിനെ അള്ളാഹു പൊറുക്കും. ജാറവും ദർഗയും മക്കാമും ചന്ദനക്കുടവും ഉറൂസും നേർച്ചയും ആയി കഴിയുന്ന ശിർക്കിന്റെ അതിന്റെ കെണിയിൽ പെട്ടുപോയ നല്ലവരായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത് എന്തിനാ? അള്ളാഹു അവർക്ക് പൊറുക്കും എന്ന പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ്, അവർക്ക് ആ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ്. നമുക്ക് ആ പ്രതീക്ഷ ഉണ്ട് എന്നതിന്റെ ബലത്തിലാണ് പൊറുക്കും. അതുകൊണ്ടാണ് ഈ ആയത്ത് ഓതിയത്. ആ ധാരണ ഒരിക്കലും തിരുത്തപ്പെടാതെ പോകരുത് എന്ന സാധ്യമുള്ളത് കൊണ്ട്. വല്ലദീന ലാ യദ്ഊന എന്നാണല്ലോ തുടങ്ങണേ. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലും തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു പൊറുക്കും. തൗബ ചെയ്ത് മടങ്ങിയാൽ അവരുടെ ജീവിതത്തിൽ തൗഹീദിന്റെ പ്രഭ തിളങ്ങിയാൽ, അതിന്റെ സ്വാധീനത്തിൽ അവർക്ക് ജീവിക്കാൻ സാധിച്ചാൽ അള്ളാഹു പൊറുക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ സഹാബികളോട് ഒരു സന്ദർഭത്തിൽ പറഞ്ഞത് അള്ളാഹുവിന്റെ സംസാരം പ്രവാചകന്റെ വാക്കുകളാണ് കേട്ടോ. ഖുദ്സി എന്ന് പറഞ്ഞാൽ അതിലെ വാക്കുകൾ പ്രവാചകന്റേതാണ്, പക്ഷേ ആശയം ദൈവികമാണ്. അതാ ഖുദ്സി എന്ന് പറയുന്നത്. യബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക വലാ ഉബാലി. ഹേ മനുഷ്യ, ഹേ മനുഷ്യ, അത് എന്നെ വിളിച്ചതാ, നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കുന്നതാ. ഹേ മനുഷ്യ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക വലാ ഉബാലി. എത്ര കാലം നീ പ്രാർത്ഥനയിൽ മുഴുകി കഴിയുമോ, എത്ര കാലം നീ റബ്ബിനെ കുറിച്ച് പ്രതീക്ഷയിൽ ജീവിക്കുമോ, ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തരും. വലാ ഉബാലി, ആ പാപങ്ങൾ ഏതുമാകട്ടെ എത്രയുമാകട്ടെ അതെനിക്കൊരു പ്രശ്നമേ അല്ല, ഞാൻ പൊറുക്കും. യബ്ന ആദം, ഹേ മനുഷ്യപുത്ര, ഹേ മനുഷ്യ, ലൗ ബലഗതു ദുനൂബുക അനാന സമാ സുമ്മ ഇസ്തഗ്ഫർതനി ഗഫർതു ലക വലാ ഉബാലി. ഹേ മനുഷ്യ, നിന്റെ പാപങ്ങൾ എങ്ങനെ ആകാശം മുട്ട് വളർന്ന്, അനാൻ എന്ന് പറഞ്ഞാൽ സഹാബ്, മേഘം, ആകാശത്തിലെ മേഘങ്ങളോളം. ഏതാണ് ആകാശം? ഈ ലോകത്തുള്ള എല്ലാ ഭൂമിക്കും മുകളിലുമുള്ള ആകാശം നിറഞ്ഞ പാപങ്ങൾ, ആകാശങ്ങളെ, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? ആകാശങ്ങളെ നിറയ്ക്കുന്ന പാപങ്ങൾ നിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ട് പിന്നീട് നീ എന്നോട് മാപ്പുക റബ്ബേ, എനിക്ക് പൊറുക്കുക എന്ന് നീ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിനക്ക് പുറത്തു തരും. വലാ ഉബാലി, നിന്റെ പാപങ്ങൾ എത്രയാണ് ഏതൊക്കെയാണ് എന്നത് ഞാൻ വിലവെക്കുകയേ ഇല്ല, പൊറുക്കും ഞാൻ, മാപ്പാക്കും ഞാൻ, ക്ഷമിക്കും ഞാൻ നിന്നോട് എന്ന് റബ്ബ് പറയുകയാണ്. യബ്ന ആദം, ഹേ മനുഷ്യപുത്ര, ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, ഈ ഭൂമി നിറയെ, അങ്ങനെ ഒരു പാപം ഉണ്ടോ? ഈ ഭൂമി നിറച്ചൊരു പാപം, ആകാശം നിറച്ചൊരു പാപം, അങ്ങനെ ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ, അങ്ങനെ ഇല്ല ശരിക്കും. പക്ഷേ തികച്ചും അതിശയോക്തിപരമായ ഒരു പ്രയോഗമാണ്. ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, ഈ ഭൂമി മുഴുവൻ പാപങ്ങളുമായി നീ എൻ്റെ അടുത്ത് വന്നാൽ ലഅതൈതുക ബിഖുറാബിഹി മഗ്ഫിറതൻ, അതേ ഭൂമി മുഴുവൻ പാപമോചനമായി പാപക്ഷമയുമായി ഞാൻ നിന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരും. നീ എന്നോട് പ്രാർത്ഥിക്കണം, നീ എന്നോട് പ്രാർത്ഥിക്കണം. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും.
നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ റബ്ബ് വില വെക്കുകയില്ല. ഇനി നിങ്ങൾ പറയും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ റമദാനിലെ അവസാനത്തെ മണിക്കൂറുകൾ മാത്രമാണ് ഇനി നമുക്ക് മുമ്പിൽ ശേഷിക്കുന്നത്. മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന ഈ റമദാനിൽ നമുക്ക് എന്തുണ്ട് ബാക്കി? നമുക്ക് എന്താ ഇനി ബാക്കിയുള്ളത്? നോമ്പ് പിടിക്കുക, അതിന്റെ ക്ഷീണത്തിൽ പകൽ മുഴുവൻ കിടന്നുറങ്ങുക, കുറച്ചു നേരം പള്ളിയിൽ കഴിച്ചു കൂട്ടുക, അതിന്റെ ക്ഷീണത്തിൽ രാത്രിയിൽ നന്നായി കിടന്നുറങ്ങാം, പിന്നെ ഒഴിവ് കിട്ടുന്ന ഏതെങ്കിലും നേരത്ത് തരം കിട്ടിയാൽ കുറച്ച് ദ്വാരക്കാം. അതാണോ? അങ്ങനെയാണോ വേണ്ടത്? ശരിക്കും നമ്മളൊക്കെ പാപികളാ. കുല്ലിബിനി ആദമ ഖത്താഉൻ, എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. കുല്ലിബിനി ആദമ ഖത്താഉൻ, ഏത് മനുഷ്യനാ തെറ്റ് ചെയ്യാത്തത്? ചില ആളുകൾ തമാശക്കോ കാര്യമായിട്ടോ ചില സന്ദർഭങ്ങളിൽ പറയാറുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഞാനൊരു തെറ്റും ചെയ്യണില്ല. അങ്ങനെയുണ്ടോ ഒരാൾ? ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ? കുല്ലിബിനി ആദമ ഖത്താഉൻ, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, പക്ഷേ തിരിച്ചു പോകാൻ വെമ്പലോടെ അള്ളാഹുവിന്റെ ദീനിലേക്കും അവന്റെ വിധേയത്വത്തിലേക്കും മടങ്ങി വരാൻ സന്നദ്ധതയോടെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതാണ് തൗബ എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയാണ് തൗബ. അങ്ങനെ ചെയ്യുന്ന ആളുകൾ അവരാണ് ഏറ്റവും നല്ല മനുഷ്യർ എന്ന്. പിന്നെന്താ ചെയ്യാം? അത് വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലെ വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിൻ റബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വഇൻ കുൻതു ലമിന സാഖിരീൻ ഔ തഖൂല ലൗ അന്ന അല്ലാഹ ഹദാനി ലകുൻതു മിനൽ മുത്തഖീൻ ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്ന ലീ കറത്തൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ ബലാ ഖദ് ജാഅത്ക ആയാതി ഫകദ്ദബ്ത ബിഹാ വസ്തക്ബർത വകുൻത മിനൽ കാഫിരീൻ. ഞാൻ പറയാണ് കേട്ടോ, സൂറത്ത് സുമറിലെ ഈ 53 മുതൽ 59 വരെയുള്ള ആയത്തുകൾ എൻ്റെ ഈ ചെറിയ മക്കളടക്കം ഈ പ്രസംഗം കേൾക്കുന്ന, ഈ ഖുത്ബ ശ്രദ്ധിക്കുന്ന മക്കളില്ലേ, അവരടക്കം സൂറത്ത് സുമർ 39ാമത്തെ സൂറത്താണ്. അതിലെ 53 മുതൽ 59 വരെയുള്ള ആയത്തുകളുടെ പരിഭാഷ ഈ പള്ളിയിൽ വരുമ്പോഴോ, നിങ്ങൾ പോകുന്ന പള്ളികളിൽ തഫ്സീറുകൾ കാണുമ്പോഴോ മറിച്ച് നോക്കണം. അതാ ജീവിതം. അല്ലാതെ നമുക്ക് തെറ്റ് ചെയ്യാതെ ജീവിക്കാം. ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ഉമ്മാനെ നോക്കുന്നുണ്ട്, ആപ്പാനെ നോക്കുന്നുണ്ട്, ഭാര്യയെ സംരക്ഷിക്കുന്നുണ്ട്, മക്കളെ വളർത്തുന്നുണ്ട്, പോരാ. അതാണോ? അതൊക്കെ പുണ്യകർമ്മങ്ങളാണ്. നമ്മുടെ മനസ്സിലും നാവിലും വാക്കിലും നോക്കിലും നീക്കങ്ങളിലും സംസാരത്തിലും പെരുമാറ്റത്തിലും അടിക്കടി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഗതിയാണ് പ്രിയപ്പെട്ടവരെ തെറ്റ്. തെറ്റില്ലാത്ത ഒരു മനുഷ്യനോ തെറ്റ് ചെയ്യാത്ത ഒരാളോ ജീവിതമോ ഇല്ല തന്നെ. നമ്മുടെ ജന്മം പാഴ് ജന്മമാകാതിരിക്കുവാൻ, നമ്മുടെ ഈ ജീവിതം ഒരു പാഴ് ജീവിതമായി ശപിക്കപ്പെട്ടു പോകാതിരിക്കുവാൻ നാം നമ്മുടെ റബ്ബിലേക്ക് പ്രാർത്ഥിച്ചു മടങ്ങാനുള്ള അവസാന സന്ദർഭമായി പ്രിയപ്പെട്ടവരെ, നിങ്ങൾ റമദാനിന്റെ ഈ വിശുദ്ധ വേളയെ, അവസാനത്തെ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പൊറുത്ത് അവന്റെ സവിധത്തിൽ, അവന്റെ സന്നിധിയിൽ പ്രതീക്ഷയോടുകൂടി ചെല്ലാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വജമീഇ മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. സർവശക്തനായ അല്ലാഹുവിനെ ഭയന്നും അവൻ്റെ സ്വർഗത്തെ സ്വപ്നം കണ്ടും അവൻ്റെ നരകത്തെ ഭയന്നും പേടിച്ചും അങ്ങനെ ജീവിതത്തെ അച്ചടക്കമുള്ളതാക്കുവാൻ എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടെ ഞാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു ഈ ജീവിതത്തിലും ഈ വിശുദ്ധ റമളാനിൻ്റെ ശേഷിക്കുന്ന സന്ദർഭങ്ങളിലുമെല്ലാം ആ മഹാഭാഗ്യവാന്മാരിൽ അതിനൊക്കെ സാധിക്കുന്ന തൗഫീക്ക് ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു
ഏത് വിധത്തിലാണ് നമ്മളെ സ്വീകരിക്കാൻ, നമ്മളെ തിരിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളോട് വളരെ മോശമായിട്ട് ഒരാൾ പെരുമാറി 10 തെറി പറഞ്ഞ് അയാൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ അവൻ നമ്മുടെ അടുത്തേക്ക് വരുന്നതോ അവൻ്റെ മുഖം കാണുന്നതോ നമുക്കിഷ്ടാവില്ല. അത്ര കഠിന മനസ്കരാണ് നമ്മളൊക്കെ. സാധാരണ മനുഷ്യൻ്റെ സ്ഥിതി അതാ. നമ്മളിങ്ങനെ പറയുക വരെ ചെയ്യും. എന്ത് അത് ഞാൻ പൊറുക്കാൻ തയ്യാറാണ്, മറക്കൂല, മറക്കാൻ ഞാൻ തയ്യാറല്ല, ഞാൻ പൊറുക്കാൻ തയ്യാറാണ് എന്ന് പറയും. നമ്മൾ പറയാറില്ലേ, അവൻ ആ പറഞ്ഞ വാക്കുണ്ടല്ലോ അതിൻ്റെ ചങ്കിലാ കൊണ്ടത്. അങ്ങനെ വാപ്പാനോട് ധിക്കാരം പറഞ്ഞ മക്കൾ സ്വന്തം ഉമ്മയെ കൊന്നു എന്ന വാർത്ത വന്നില്ലേ? 2 ആഴ്ചകൾക്ക് മുൻപ് ഉമ്മയെ കൊന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ മകൻ കുറെ കാലം കഴിഞ്ഞ് അവന്റെ മനസ്സൊക്കെ മാറി പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചു ചെന്നാൽ അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലേ? അവൻ ഉമ്മയെ കൊന്നു. ഒരു മുസ്ലിം നാമധാരിയാണ്, അവൻ മദ്രസ പഠിച്ച കുട്ടിയാണ്, ഖുർആൻ ഓതി പഠിച്ചതാ എന്നൊക്കെ വിചാരിച്ചോളൂ. പക്ഷേ ഉമ്മയെ കൊന്നു, ലഹരിക്കടിമയായിട്ട്, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു ദുർഗതിക്ക് വശംവദനായിട്ട് അവന്റെ പെറ്റ തള്ളയെ വകവരുത്തി കഴുത്തറുത്തു. അള്ളാഹു പൊറുക്കുമോ? പെട്ടെന്ന് പറയാൻ തോന്നാ പൊറുക്കില്ല എന്നല്ലേ? പൊറുക്കും പ്രിയപ്പെട്ടവരെ, പൊറുക്കും. അങ്ങനെ ആരോടും പൊറുക്കുന്നവന്റെ പേരാണ് റബ്ബ് അർഹമുർ റഹീമീൻ. അവൻ എല്ലാ പാപങ്ങളും പൊറുക്കും. ഇനിയും നമുക്ക് അത്തരമൊരു ശങ്ക തോന്നാതിരിക്കുവാൻ നമ്മുടെ മനസ്സ് തീർച്ചയായും ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണം. നമ്മളെ അള്ളാഹു സ്വീകരിക്കും. ഇന്നല്ലാഹ യഖ്ബലു തൗബത അബ്ദിഹി മാ ലം യുഗർഗിർ. മരണം തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ അതുവരെ മാ ലം യുഗർഗിർ, അങ്ങനെ മരണം തൊണ്ടക്കുഴിയിൽ എത്തുവോളം ഒരു മനുഷ്യന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും. ആ വൃദ്ധനായ മനുഷ്യൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് തന്റെ കാര്യം വെളിപ്പെടുത്തിയതുപോലെ. ആരുടെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കാതിരിക്കുക? അങ്ങനെ ഉണ്ടൊരു വിഭാഗം കേട്ടോ. ലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആത്ത് ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല ഇന്നി തുബ്തു അൽആൻ. തിന്മകൾ മാത്രം ചെയ്തെങ്ങനെ ജീവിക്കാം? അല്ല, തിന്മകൾ മാത്രമല്ല, തിന്മകൾ കൂടുതൽ ചെയ്ത് ജീവിക്കാം. തിന്മകൾ മാത്രം ചെയ്യുന്ന മനുഷ്യരും ലോകത്തുണ്ടാകാനുള്ള സാധ്യത നന്നെ കുറവാണ്. ഒരാൾ ഫാജിറാണ്, ഫാസിഖാണ് എന്ന് പറഞ്ഞാൽ, ഒരാൾ കാഫിറാണ്, മുശ്രിക്കാണ് എന്ന് പറഞ്ഞാൽ അയാളും എന്തെങ്കിലും നന്മയൊക്കെ ചെയ്യും. അയാളിൽ നിന്നും ഏതെങ്കിലും സുഹൃതങ്ങളൊക്കെ പല സന്ദർഭങ്ങളിലായി വരും, കാണുമാറാകും. നമുക്കും ഒരുപാട് മോശം മനുഷ്യരെന്ന് സമൂഹം എഴുതിത്തള്ളിയവരുടെ ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ടാകും ജീവിതത്തിൽ. പിന്നെ ആരുടെ തൗബയാണല്ലോ അവൻ സ്വീകരിക്കാതിരിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ പാപം ചെയ്തിട്ട് മരണം വരെ കൂസലില്ലാതെ അങ്ങനെ ജീവിക്കും. മരണം വരുമ്പോൾ ഇന്നി തുബ്തു അൽആൻ, ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുന്നവനും വലല്ലദീന യമൂതൂന വഹും കുഫാർ, അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ച് അള്ളാഹുവിൽ അവിശ്വസിച്ച് പരലോകത്തിൽ ഈമാനില്ലാതെ അങ്ങനെ പടച്ച തമ്പുരാന്റെ അനുഗ്രഹത്തിൽ പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്ന അനവധി പേരുണ്ടാകുമല്ലോ, അവരാണ് കുഫാർ. അവരുടെ ഈ പശ്ചാത്താപം സ്വീകരിക്കില്ല. മരണം വരെ അഴിഞ്ഞാടി വിളയാടി നടന്ന് ജീവിതം മുഴുവൻ അഹങ്കരിച്ച് അറമാദിച്ച് നടന്ന് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളും സുഖിച്ച് ആനന്ദത്തിൽ കഴിഞ്ഞ് അവസാനം മരിക്കാൻ നേരത്ത് ഇന്നി തുബ്തു അൽആൻ, ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കില്ല. ഗൗരവമാണ് വിഷയം, കഠിനമാണ് ഈ കാര്യം. നമുക്കിപ്പോ നോമ്പാ, നമുക്കെല്ലാവർക്കും നോമ്പാണ്. നോമ്പില്ലാത്തവരുടെ മനസ്സിൽ പോലും സുഖമില്ലാത്തത് കൊണ്ട് നോമ്പ് പിടിക്കാൻ കഴിയാത്തവരുടെ ഹൃദയത്തിൽ പോലും നോമ്പാ, നോമ്പിന്റെ വിശുദ്ധിയാണ്. ഞാൻ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഇനി എന്തിനാണ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത്? ഏത് സമയം കിട്ടാനാണ് നമ്മൾ കാക്കുന്നത്? എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്നത്?
പ്രവാചകൻ ചോദിക്കുന്നുണ്ടല്ലോ, ബാദിറൂ ബിൽ അഅമാലി സബഅ ഹൽ തൻതദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയൻ ഔ ഗിനൻ മുതഗിയൻ ഔ മറദൻ മുഫ്സിദൻ ഔ ഹറമൻ മുഫ്നിദൻ ഔ മൗതൻ മുജ്ഹിസൻ ഔ ദജ്ജാല ഫശറു ഗായിബിൻ യുൻതദർ ഔ സഅത ഫസഅതു അദ്ഹാബ അമർ. ആകസ്മികമായി പെട്ടെന്ന് പൊട്ടി വീഴുന്ന മരണത്തെ അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കാത്തിരിക്കാനുണ്ടോ എന്നാണ്. ആ മരണം എപ്പോൾ വേണമെങ്കിലും വരാം, ഏത് പ്രായക്കാർക്കും അത് സംഭവിക്കാം. അതിനു മുൻപ് അള്ളാഹുവേ പൊറുക്കണമെന്ന് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നവരുടെ നിലയിലേക്ക് നമ്മൾ വളരണം. പ്രിയപ്പെട്ടവര്, അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. ചെയ്ത തെറ്റുകളൊക്കെ നാട്ടുകാരോട് മുഴുവൻ പറയണ്ട, ഭാര്യയോട് പറയണ്ട, ഭർത്താവ് അറിയണ്ട. നോക്കൂ, ഞാനും നിങ്ങളും വർഷങ്ങളായി നടത്തി വരുന്ന നമസ്കാരത്തിന്റെ അവസാനത്തെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു, അരുതാത്തത് പലതും ചെയ്തു പോയി റബ്ബേ എന്നോട് പൊറുക്കണമേ. വമാ അഖർതും, നിർബന്ധമായതും വേണ്ടതും പലതും ചെയ്യാതെ പിന്നെ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചു, അല്ലാഹുവേ എന്നോട് പൊറുക്കണമേ. വമാ അസ്റർതു, ആരും അറിയാതെ ഞാൻ രഹസ്യമായി ചെയ്തത് എന്നോട് പൊറുക്കണമേ. വമാ അലൻതു, എല്ലാവരും കാണെ പരസ്യമായി ധിക്കാരത്തോടെ ചെയ്തത് അല്ലാഹുവേ എന്നോട് പൊറുക്കണമേ. വമാ, ഇനിയും നീ എന്നോട് പൊറുക്കണം, ഇനിയും നീ എന്നോട് പൊറുക്കണം. അൻത അഅലമു ബിഹി മിന്നി, റബ്ബേ നിനക്കാണതറിയാം, എനിക്കറിയില്ല. ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമുക്കറിയാത്ത, നമ്മുടെ ഓർമ്മയിൽ തെളിയാത്ത, നമുക്ക് കഴിഞ്ഞ കാലത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ പറ്റാത്ത എന്തെല്ലാം തെറ്റുണ്ടാകും. ഈ ഇരിക്കുന്നവർക്കൊക്കെ ഓർമ്മ തെളിഞ്ഞതാ. എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. വമാ അൻത അഅലമു ബിഹി മിന്നി, അല്ലാഹുവേ നിനക്കേ അതറിയുള്ളൂ, എനിക്ക് ഓർമ്മയില്ല, എനിക്കറിയില്ല, അതെന്നോട് നീ പൊറുക്കണമേ. ഇന്നക അൻതൽ മുഖദ്ദിം വ അൻതൽ മുഅഖിർ, അതാ നമ്മൾ പറയുന്നത്. ആ പ്രാർത്ഥന നിരന്തരം നമ്മൾ നടത്തുക. അങ്ങനെയുള്ള നമ്മൾ അല്ലാഹുവോട് പൊറുക്കൽ തേടണം. ചെറുതും വലുതുമായ തെറ്റുകൾക്ക് അല്ലാഹു നമ്മുടെ പശ്ചാത്താപവും പ്രാർത്ഥനയും സ്വീകരിച്ച് നമ്മുടെ പ്രതീക്ഷ കൈക്കൊണ്ട് അല്ലാഹു നമ്മളോട് പൊറുക്കും എന്ന ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി, മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. പാവങ്ങളാണവർ, പാവങ്ങളാണ്. ഒരുപക്ഷെ നമുക്ക് ഇന്നറിയുന്ന കാര്യങ്ങൾ ഇന്നലകളിൽ അറിയാതെ ജീവിച്ച് മരിച്ചുപോയ ആളുകൾ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ചെറിയ ഒരു ഉപകാരം ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സ്വന്തക്കാർക്കും അയൽക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ആരോടും പകയില്ലാത്ത മനസ്സുമായി ജീവിച്ചാൽ, ആരോടും വിരോധം സൂക്ഷിക്കാത്ത ഹൃദയം നമുക്കുണ്ടായാൽ, ആരോടും ഒരു കനിപ്പില്ലാതെ ബാക്കിയുള്ള കാലം ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അതിന്റെ കനത്തിലും അതിന്റെ സംതൃപ്തിയിലും അല്ലാഹു നമ്മളോട് പൊറുക്കും. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥനയാൽ പുറത്തു കൊടുക്കും. നമ്മുടെ പ്രാർത്ഥനയാൽ നമ്മുടെ റബ്ബ് നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കും. അല്ലാഹു നമുക്കും നമ്മുടെ ഉമ്മ ബാപ്പമാർക്കും പുറത്തു തരുമാറാകട്ടെ. ഈ റമളാനിന്റെ ഫദ്ല് കൊണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, ഈ അവസാന ദിനരാത്രങ്ങളുടെ പ്രത്യേക പുണ്യം കൊണ്ട്, അതിന് അള്ളാഹു നിശ്ചയിച്ച മൻസില കൊണ്ട്, മക്കാനത്ത് കൊണ്ട്, പ്രത്യേക പദവി കൊണ്ട്, സ്ഥാനം കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങളെ പുറത്തു തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാൻ, അള്ളാഹുവിന്റെ നിർദ്ദേശവും കൽപ്പനയും പാലിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ട് ശേഷിക്കുന്ന കാലം കഴിയുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു പൊറുക്കുമാറാകട്ടെ. അവരുടെ കുറ്റങ്ങളെ അള്ളാഹു ഒളിച്ചു വെക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെ അള്ളാഹു മറച്ചു പിടിക്കുമാറാകട്ടെ. നമ്മുടെ കടങ്ങളെ അള്ളാഹു വീട്ടുമാറാകട്ടെ. നമ്മുടെ കഷ്ടപ്പാടുകളെ അള്ളാഹു തീർക്കുമാറാകട്ടെ. നമ്മുടെ ദുരിതങ്ങളെ അള്ളാഹു തട്ടി അകറ്റുമാറാകട്ടെ. മാറാരോഗങ്ങളെയും മഹാവ്യാധികളെയും അള്ളാഹു നമ്മളിൽ നിന്ന് അകറ്റി തരുമാറാകട്ടെ. നമ്മുടെ പരസ്പരമുള്ള കലിപ്പും വെറുപ്പും അള്ളാഹു നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ വിചാരണയിൽ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അള്ളാഹുവിന് തൃപ്തിയുള്ള മനുഷ്യരായി അവിടെ പ്രത്യക്ഷപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم واغفر لنا يا غافر المذنبين. റബ്ബേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. നീ സ്വീകരിക്കാതെ ഈ കൈകൾ തട്ടിക്കളയുന്ന പക്ഷം അല്ലാഹുവേ, ഞങ്ങൾ പാപികളായി മാറും. ഞങ്ങളുടെ ജന്മം പാഴായി പോകും റബ്ബേ. അതുകൊണ്ട് ഞങ്ങളോട് നീ പൊറുക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾ നീ ഞങ്ങളോട് മാപ്പാക്കണമേ തമ്പുരാനെ. ربنا ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم
ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم صل وسلم على رسولك محمد وآله وصحبه اجمعين وسلام على المرسلين والحمد لله.